ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കഥാൽ പ്രിയരെ, എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരിക്കൽ ഒരു ഭവനത്തിൽ, ഒരു വീട്ടിൽ ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ തങ്ങുകയാണ്, കുറച്ച് ദിവസമായിട്ട് ആ വീട്ടിൽ താമസിക്കുകയാണ്. ഇങ്ങനെ താമസിക്കുമ്പോൾ രാത്രി ഞാൻ നല്ല ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നതാണ് വളരെ വെയിറ്റുള്ള ആരോ എൻ്റെ നെഞ്ചിലിങ്ങനെ കയറിയിരിക്കുന്നു. ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ രണ്ട് കൈ ഈ നെഞ്ചിലിരിക്കുന്ന ആളുടെ മുട്ടുകൊണ്ട് എൻ്റെ രണ്ട് കൈയുടെ മുകളിങ്ങനെ മുട്ടിങ്ങനെ വെച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ശക്തിയേറിയ കൈ എൻ്റെ കഴുത്തിലിങ്ങനെ ഞെക്കിപ്പിടിച്ചു. എനിക്കൊരു തരത്തിലും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ കിടക്കുക. കാരണം ഒന്ന് അലറാൻ പോലും, ഒന്ന് മിണ്ടാൻ, ആരെയും വിളിക്കാൻ പോലും പറ്റാത്ത എൻ്റെ കഴുത്തിലിങ്ങനെ ഞെക്കി പിടിച്ചിരിക്കുക. ഇങ്ങനെ ഞെക്കി പിടിച്ചിരിക്കുന്ന അനുഭവം. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു, ഒച്ച വരുന്നില്ല. എനിക്ക് അടുത്ത ആൾക്കാർ കിടപ്പുണ്ട്, അവരെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ശരീരം അനങ്ങാത്ത തരത്തിൽ എന്നെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്ക്. അപ്പോൾ എനിക്ക് യേശുവെന്ന് വിളിക്കണം എന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം എന്നുണ്ട്. എന്നാൽ ഈ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ഭയങ്കര ബലിഷ്ഠമായ പിടുത്തമാണ്. ഇങ്ങനെ ഈ ബലിഷ്ഠമായ പിടുത്തം കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് എപ്പോഴോ ഈ കൈ ഇങ്ങനെ അയഞ്ഞ അനുഭവം വന്നപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതും എന്തോ എൻ്റെ ദേഹത്ത് നേരെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ഞാൻ കുറേ ശ്വാസം വലിച്ചു. ഞാൻ വേർതിരിക്കുന്നു. ഒരു വെയിറ്റുള്ള എന്തോ എൻ്റെ ഉള്ളിൽ ദേഹത്തുനിന്ന് എഴുന്നേറ്റ് മാറിയ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനിങ്ങനെ കിടന്ന് അണയ്ക്കാൻ തുടങ്ങി. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഇതേ അനുഭവം നേരത്തെ കിട്ടിയ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു. അവരിതുപോലെ പ്രയാസപ്പെട്ടിരിക്കുക. ഞാൻ കിടന്ന അതേ റൂമിൽ കിടന്ന മറ്റൊരു സഹോദരൻ, അതേ ദിവസം പിറ്റേ ദിവസം എപ്പോഴും ഒരു സഹോദരൻ ഇങ്ങനെ കിടന്നപ്പോഴും അവർക്കും കുറച്ച് പേരുണ്ട്, 1-2 പേരുണ്ട്. ഒരാളെ കർണത്തിട്ടൊരു അടി കൊടുത്തു. അദ്ദേഹം അടി കൊണ്ട് ചാടി എണീറ്റു. വേറൊരു സഹോദരൻ, ആ കൂടെ കിടന്ന വേറൊരു സഹോദരൻ രാവിലെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ആരോ വലിഞ്ഞ് മുറുക്കിയ പോലെ, വലിഞ്ഞു കീറിയ പോലെ ഇങ്ങനെ കീറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഒരു അനുഭവസ്ഥൻ ഞാനാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ബ്രദർ, ഞാനും വേറൊരു ഭവനത്തിൽ ഇതുപോലെ രാത്രി കിടക്കാൻ ഞങ്ങൾ ഒത്തിരി വൈകിയാണ് ആ വീട്ടിൽ ചെന്നത്. വളരെ ദൂരെ യാത്ര ചെയ്ത് എന്നൊരു വീട്ടിൽ ഞങ്ങൾ രാത്രി ഇതുപോലെ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞൊരു ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് പോയതാണ്. അന്ന് രാത്രി ആ ഭവനത്തിലാണ് ഞങ്ങൾ തങ്ങുന്നത്. ഇങ്ങനെ ഈ ഭവനത്തിൽ തങ്ങിയപ്പോൾ എൻ്റെ കൂടെയുള്ള ബ്രദർ തറയിൽ വിരിച്ച് കിടക്കുന്നു, ഞാൻ കട്ടിലേക്ക് കിടക്കുന്നു. ഈ തറയിൽ കിടന്ന ബ്രദറിൻ്റെ തല ഇങ്ങനെ ഒരു കുറ്റിയിൽ കൊണ്ടുവന്ന് ഇടിക്കുന്ന പോലെ അദ്ദേഹത്തെ അനുഭവപ്പെട്ടു. അയ്യോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടിയിട്ട് അദ്ദേഹത്തിന് ശരിക്കും അടി കിട്ടിയ ഫീൽഡിൽ ഉറക്കത്തിന് ചാടിയിട്ട് അടിച്ച അനുഭവം അദ്ദേഹത്തിനുണ്ട്. അടി കിട്ടിയ വേദന അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഉറക്കത്തിലാണ് ഇതൊരനുഭവം. ഇങ്ങനെ പലതരം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ഇതാരാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു? മാന്തുന്നു, കഴുത്തെ പിടിക്കുന്നു, മുഖത്തിട്ടടിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ആരാണിത് ചെയ്യുന്നത്? ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വീട്ടിൽ കൂടെ ആരോ നടക്കുന്നു, നിഴല് പോകുന്ന കാണുന്നു, പാത്രം എടുത്തെറിയുന്നു. ഞങ്ങളൊരു ഭവനത്തിൽ പോയി അവിടെ പാത്രം എടുത്തെറിയുന്ന ഒച്ച കേൾക്കാൻ ചെന്ന് നോക്കിയാൽ പാത്രമൊന്നും കാണത്തില്ല, പക്ഷേ പാത്രം വീണ് ഒച്ച കേൾക്കാം. ആ ഭവനത്തിൽ ചെന്ന് അടുക്കളയിൽ കയറി കഴിയും എന്തോ വന്ന് കാലിൽ കടിച്ചിട്ട് പോവും. 2 ഇങ്ങനെ കാലിൽ കടിച്ച പാടോ മുറിവോ ഇങ്ങനെ കാണാം. എന്താ കടിച്ചെന്ന് അറിയത്തില്ല. ഇങ്ങനെ ചില ഭവനം. അപ്പോൾ ഇതൊക്കെ ഓരോ അവസ്ഥയാണ്. വേറൊരു ഭവനം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ ചില്ലിൽ വലിയൊരു പക്ഷി എന്തോ ഇങ്ങനെ വന്നിരിക്കും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് വന്നിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന അസ്വസ്ഥപ്പെടുത്തും. വേറൊരു ഭവനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തടിയുള്ള ആൾ അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള അല്ലെങ്കിൽ ഖനമുള്ള ഒരാൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒച്ച, ടെറസിൻ്റെ മുകളിൽ കൂടെ ആൾ നടന്നു പോകുന്ന ഒച്ച കേൾക്കാം. ഇങ്ങനെ കേൾക്കുന്ന അനുഭവം ചിലർ പറഞ്ഞിട്ടുണ്ട്. വേറൊരു വീട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ആൻറ്റി അടുക്കള ഇങ്ങനെ അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു നിഴൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നിഴൽ ആ വീട്ടിൽ കൂടെ പോകും. നോക്കിക്കഴിഞ്ഞാൽ ആരെയും കാണത്തില്ല, പക്ഷെ നിഴൽ കാണും. എന്താണ് ഈ നിഴൽ കാണുന്നത്? സ്തോത്ര ഹല്ലേലൂയ. ഇങ്ങനെ ചില കഥകൾ കേൾക്കുമ്പോൾ അതുണ്ടാക്കിയ കഥയാണോ, അതോ ഇത് അനുഭവങ്ങളാണോ,
ഇതൊക്കെ ഉള്ളതാണ്, ചിലർ പറയും ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതാണ്. എന്നാൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായവരുണ്ട്, ഇതുപോലെ അനുഭവങ്ങൾ കേട്ടവരുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു, കഴുത്തെ കയറി പിടിച്ച അനുഭവം. വേറൊരു അനുഭവം കൂടെയുണ്ട്. ഒരു ദിവസം കുറച്ച് പേര് ആത്മീയ സഹോദരങ്ങളെല്ലാം കൂടെ ഒരു ഭവനത്തിൽ ചില വർക്കുമായിട്ട് ചില കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ ഭവനത്തിൽ ഞങ്ങളിരിക്കുമ്പോൾ ആരോ ഇങ്ങനെ നടന്നു പോകുന്ന രംഗം, ഒരു വെളുത്ത ഒരു മങ്ങിയ ഒരു ഉടുപ്പിട്ടുണ്ട് ഒരു വല്യമ്മേനെ പോലെ തോന്നിക്കുന്ന ഒരാൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ വെച്ച അപ്പുറത്തെ വീട്ടിലെ ആരോ ആണ്. പിന്നീടാണ് അറിയുന്നത് അവിടെ അങ്ങനെ ഒരാളും ഇല്ല, ഒന്നുമില്ല. അവിടെ അന്ന് സഹോദരങ്ങൾ മാത്രം താമസിക്കുന്നതിൻ്റെ വീടാണ്. അന്ന് കൃത്യമായിട്ട് നമ്മൾ താമസിക്കുകയാണ് ആ വീട്ടിൽ. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ കണ്ടതോ, എനിക്കുണ്ട അനുഭവങ്ങൾ ഫേക്കാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു ഭവനത്തിലെ അനുഭവം കേട്ടിട്ടുണ്ട്. അവിടെ അവരുടെ വീട്ടിൽ രാത്രി ബാത്റൂം അകത്താണ്. ആ വീട്ടിൽ ഗൃഹനാഥൻ ബിസിനസ്സാണ്. അദ്ദേഹം ബിസിനസ് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. ബിസിനസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് രാത്രിയാണ് അദ്ദേഹം കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ആ സമയത്താണ്. അപ്പോൾ എന്നും പതിവ് പോലെ അദ്ദേഹം രാത്രി വന്ന് കുളിക്കാറുണ്ട്. അന്ന് ആ വീട്ടിലൊരു പയ്യൻ, അവൻ എഴുതി നോക്കുമ്പോൾ ഇതുപോലെ അവൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അപ്പോൾ ആരോ കുളിക്കുന്നു. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു അവൻ്റെ പപ്പയായിരിക്കും കഴിച്ചു. പക്ഷെ പപ്പ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ആരായിരിക്കും? അപ്പോൾ അലൂമിനിയം ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഒഴിക്കുന്നു. ഈ കപ്പ് താഴോട്ടിങ്ങനെ ബക്കറ്റിലേക്ക് ഇടുന്നു. കറക്റ്റായിട്ട് കുളിക്കുന്ന വെച്ച് ഒരാൾ കുളിക്കുന്നു, വെള്ളം തറയിൽ വീഴുന്ന വെച്ച് കേൾക്കാം. തറയിൽ വീണ് കണ്ട് ഈ കപ്പ് ബക്കറ്റിലേക്ക് ഇടുന്നു. ഒരു കുളിയുടെ വെച്ച. ഈ പയ്യൻ ഓടിച്ചെന്ന് ബാത്റൂം നോക്കുമ്പോൾ ബാക്കി അടച്ചിട്ടില്ല, പകുതി തുറന്ന് കിടക്കുക. ഇവൻ ബാത്റൂം തുറന്ന് നോക്കിയപ്പോൾ തറയെല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുന്നു. പക്ഷെ അവൻ വ്യക്തമായി കേട്ടതാ കുളിക്കുന്ന വെച്ചാൽ ആരാ വന്ന് കുളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില അനുഭവങ്ങൾ, ചില എഫക്റ്റുകൾ ഇങ്ങനെ പലർക്കും കേൾക്കുക. എഫക്ട്സ് ഇടുമല്ലോ. അപ്പോൾ ഇതൊക്കെ എഫക്ട്സ് ആണോ? ഇതൊക്കെ അനുഭവമാണോ? ഉള്ളതാണോ? നിങ്ങളെന്താണ് അഭിപ്രായം? ഈ വീഡിയോ കാണുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവമുണ്ടോ? അനുഭവമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റ് ഇടണമേ. ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്, ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇടുന്നതാണ്. നെക്സ്റ്റ് എപ്പിസോഡിലുണ്ടായിരിക്കും. ദൈവവചനം ഈ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വിഷയത്തെപ്പറ്റി ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് മതഗ്രന്ഥങ്ങൾ എന്തെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടോ? ഓരോരുത്തർ അനുഭവമുള്ളവർ പറയുക, അയ്യോ ഞങ്ങൾ കണ്ടതാണ്. ചിലർ പറയും ഇതൊക്കെ വെറുതെ പറയുന്നത്. എന്നാൽ എന്താണ് റിയാലിറ്റി? യഥാർത്ഥമായ ഒന്നുണ്ട്, ദൈവവചനം. ആകാശവും ഭൂതലവും മാറിയാലും മാറിപ്പോത്ത ഒന്നാണ് ദൈവവചനം. ആ ദൈവവചനം ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കണമേ. യേശു ഗനേസറുടെ നാട്ടിൽ ചെന്നു. അവിടെ ലെഗിയോൻ ബാധിച്ചവനെ സൗഖ്യപ്പെടുത്താൻ കാണാൻ സാധിക്കും. ലെഗിയോൻ ബാധിച്ചവൻ എന്ന് പറഞ്ഞാൽ, ലെഗിയോൻ ഒരു ഭൂതങ്ങളുടെ ഒരു ഗണമാണ്, നമ്പറാണ്. അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈനികരുടെ ഒരു ഗണമാണ് ലെഗിയോൻ. ഈ ലെഗിയോൻ ബാധിച്ച എന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് ഭൂതങ്ങൾ അവനിലുണ്ടായിരുന്നു എന്ന് ദൈവവചനം പറയും. യേശുവിനെ ശാസിച്ചപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ടു പോയി പന്നികളുടെ മേൽ കയറി. പന്നികളെല്ലാം മലയിടക്കിൽ ചെന്ന് കൂട്ടത്തോടെ ചത്തൊടുങ്ങി. ഇതാ നാട്ടിലെല്ലാം വലിയ വാർത്തയായി മാറി. ഇങ്ങനെ ചില സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങൾ ദൈവവചനത്തിലും കാണാൻ സാധിക്കും. എന്താണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ഉറവിടം? അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. കർത്താവേ അവരെ അനുഗ്രഹിക്കട്ടെ.